ഹായ് ഫ്രണ്ട്സ്, സാപ്പിഡിയ മലയാളത്തിൻ്റെ ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ OTT അപ്ഡേറ്റുകളാണ്. OTT അപ്ഡേറ്റുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മാർച്ച് മാസം 11-ാം തീയതി മുതൽ 17-ാം തീയതി വരെ റിലീസ് ചെയ്തിരിക്കുന്ന പ്രധാനപ്പെട്ട റിലീസുകൾ, OTT റിലീസ് ചെയ്തിരിക്കുന്ന പ്രധാനപ്പെട്ട റിലീസുകളാണ് ഇന്നത്തെ വീഡിയോ നമ്മൾ പരിശോധിക്കാൻ പോകുന്നത്. കഴിഞ്ഞ ആഴ്ച റിലീസ് ചെയ്ത സിനിമകളും സീരീസുകളാണ്. ഓക്കെ, മൊത്തം 20ഓളം റിലീസുകളാണ് കഴിഞ്ഞ ആഴ്ച റിലീസ് ചെയ്തിട്ടുള്ളത്. ഏതൊക്കെയാണെന്ന് നോക്കാം. ഏതൊക്കെയാണ് നോക്കുന്നതിന് മുമ്പ് ഒരു കാര്യം പറഞ്ഞോട്ടെ. പിന്നെ അഞ്ചക്കള്ളക്കൊക്ക എന്ന് പറഞ്ഞ സിനിമ തിയേറ്ററിൽ കണ്ടിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു സർക്കാർ ഉൽപ്പന്നം എന്ന സിനിമ കണ്ടിട്ടുണ്ട്. ഇതൊക്കെ റിവ്യൂ ചെയ്തിട്ടുണ്ട്. കാണാത്തതെന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഏതൊക്കെ സിനിമകളും സീരീസുകളാണ് നോക്കാം. അതിൽ ഒന്നാമത്തത് ഒരു മാർവൽ സൂപ്പർ ഹീറോ മൂവിയാണ്, ഇംഗ്ലീഷ് മൂവിയാണ്. മാഡം വെബ് എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. ഇംഗ്ലീഷ് ഭാഷ കൂടാതെ തമിഴ്, തെലുങ്ക്, ഹിന്ദി ഭാഷകളായിട്ട് ആമസോൺ പ്രൈമിലാണ് ഈ ഒരു സിനിമ റിലീസ് ചെയ്തിട്ടുള്ളത്. രണ്ടാമത് ഒരു മലയാളം ആക്ഷൻ ഡ്രാമ വിഭാഗത്തിൽപ്പെടുന്ന സിനിമയാണ്. പകലിരവ് എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. ആമസോൺ പ്രൈമിലാണ് ഈ ഒരു സിനിമ ഇപ്പോൾ മുതൽ അവൈലബിൾ ആയിട്ടുള്ളത്. അടുത്തത് ഒരു തമിഴ് കോമഡി മൂവിയാണ്. സന്താനം പ്രധാന വേഷം കൈകാര്യം ചെയ്ത വടക്കുപെട്ടി രാമസ്വാമി എന്ന സിനിമ. അതിനു മുമ്പേ തന്നെ റിലീസ് ചെയ്തിരുന്നെങ്കിലും ഇന്ത്യക്ക് പുറത്തായിരുന്നു റിലീസ് ചെയ്തത്. ഈ ആഴ്ച ഈ ഒരു സിനിമ ആമസോൺ പ്രൈമിലും അതുപോലെ തന്നെ ആഹാ തമിഴിലും ഈ ഒരു സിനിമ ഇന്ത്യയിൽ റിലീസ് ചെയ്തിട്ടുണ്ട്. അടുത്തൊരു തെലുങ്ക് റൊമാൻറ്റിക് വിഭാഗത്തിൽപ്പെടുന്ന സിനിമയാണ്. ബാരി തരംഗണം എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. ബരി തരകണം റൊമാൻറ്റിക് വിഭാഗത്തിൽപ്പെടുന്ന തെലുങ്ക് മൂവിയാണ്. ആമസോൺ പ്രൈമിലാണ് ഈ ഒരു സിനിമ റിലീസ് ചെയ്തിട്ടുള്ളത്. അടുത്തൊരു തെലുങ്ക് മൂവിയാണ്. ഹൊറർ ത്രില്ലർ വിഭാഗത്തിൽപ്പെടുന്ന ഒരു തെലുങ്ക് മൂവിയാണ്. സുവർണ സുന്ദരി എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. ആമസോൺ പ്രൈമിലാണ് ഈ ഒരു സിനിമ റിലീസ് ചെയ്തിട്ടുള്ളത്. അടുത്ത മലയാളത്തിൽ റിലീസ് ചെയ്ത ഒരു ഡ്രാമ ത്രില്ലർ വിഭാഗത്തിൽപ്പെട്ട സിനിമയാണ് ആട്ടം എന്ന് പറഞ്ഞ സിനിമ. വിനയ് ഫോട്ടോക്ക് പ്രധാന വേഷം കൈകാര്യ സിനിമയായിരുന്നു. ഈ ഒരു സിനിമ ആമസോൺ പ്രൈമിലാണ് ഇപ്പോൾ റിലീസ് ചെയ്തിട്ടുള്ളത്. ഈ സിനിമ കണ്ടവരുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ ശ്രമിക്കാം. അടുത്തൊരു ഡ്രാമ വിഭാഗത്തിൽപ്പെടുന്ന ഒരു ഹിന്ദി മൂവിയാണ്. മേ അഡൽഹു എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. C5ലാണ് ഈ ഒരു സിനിമ റിലീസ് ചെയ്തിട്ടുള്ളത്. പങ്കജ് ത്രിപാഠിയൊക്കെ പ്രധാന വേഷം കൈകാര്യ സിനിമയാണ്. അടുത്തൊരു സ്പാനിഷ് മൂവിയാണ്. ആർട്ട് ഓഫ് ലവ് എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. ഇംഗ്ലീഷിലും ഹിന്ദിയിലും സ്പാനിഷിലും ആയിട്ട് നെറ്റ്ഫ്ലിക്സിലാണ് ഈ റൊമാൻറ്റിക് വിഭാഗത്തിൽപ്പെടുന്ന സിനിമ റിലീസ് ചെയ്തിട്ടുള്ളത്. അടുത്തൊരു ഹിന്ദി സീരീസ് ആണ്. ബിഗ് ഗേൾസ് ഡോണ്ട് ക്രൈ എന്നാണ് സിനിമയുടെ സീരീസിന്റെ പേര് വരുന്നത്. ഹിന്ദി ഭാഷ കൂടാതെ തമിഴ്, തെലുങ്ക്, മലയാളം, കന്നഡ ഭാഷകളായിട്ട് ആമസോൺ പ്രൈമിലാണ് ഈ ഒരു ഡ്രാമ സീരീസ് റിലീസ് ചെയ്തിട്ടുള്ളത്. അടുത്തൊരു ഹൊറർ ഫാന്റസി സയൻസ് ഫിക്ഷൻ ത്രില്ലർ വിഭാഗത്തിൽപ്പെടുന്ന ഒരു ഇംഗ്ലീഷ് മൂവിയാണ്. ദ ഡെവിൾസ് കോൺസ്പിറസി എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. ഇംഗ്ലീഷ് ഭാഷ കൂടാതെ തമിഴ്, തെലുങ്ക്, ഹിന്ദി ഭാഷകളായിട്ട് ബുക്ക് മൈ ഷോസിലാണ് ഈ സിനിമ റിലീസ് ചെയ്തിട്ടുള്ളത്. അടുത്തൊരു ആക്ഷൻ വിഭാഗത്തിൽപ്പെടുന്ന ഒരു ഇംഗ്ലീഷ് മൂവിയാണ്. മസിൽ എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. ഇംഗ്ലീഷ് ഭാഷ കൂടാതെ തമിഴ്, തെലുങ്ക്, ഹിന്ദി ഭാഷകളായിട്ട് ബുക്ക് മൈ ഷോസിലാണ് ഈ സിനിമ റിലീസ് ചെയ്തിട്ടുള്ളത്. അടുത്തൊരു ആക്ഷൻ ഹൊറർ ത്രില്ലർ വിഭാഗത്തിൽപ്പെടുന്ന ഒരു ഇംഗ്ലീഷ് മൂവിയാണ്. നോ വേ അപ്പ് എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. ഇംഗ്ലീഷ് ഭാഷ കൂടാതെ തമിഴ്, തെലുങ്ക്, ഹിന്ദി ഭാഷകളായിട്ട് ലാൻഡ്സ്കേപ്പ് പ്ലേ ഒട്ടിയൊരു പ്ലാറ്റ്ഫോമിൽ ഈ സിനിമ റിലീസ് ചെയ്തിട്ടുണ്ട്. അടുത്ത ബിജുമേന പ്രധാന വേഷം കൈകാര്യം ചെയ്ത ഒരു മലയാള സിനിമയാണ്. കോമഡി ഡ്രാമ വിഭാഗത്തിൽപ്പെടുന്ന ഒരു മലയാള സിനിമയാണ്. തുണ്ട് എന്ന സിനിമ. നെറ്റ്ഫ്ലിക്സിലാണ് ഈ ഒരു സിനിമ മലയാളം ഭാഷ കൂടാതെ തമിഴ്, തെലുങ്ക്, കന്നഡ ഭാഷകളായിട്ട് റിലീസ് ചെയ്തിട്ടുള്ളത്. അടുത്തത് മലയാളത്തിലുള്ള ഒരു സിനിമയാണ്. ഒരു ഹൊറർ ഫാന്റസി ത്രില്ലർ വിഭാഗത്തിൽപ്പെടുന്ന നമ്മുടെ മമ്മൂക്ക പ്രധാന വേഷം കൈകാര്യം ചെയ്ത സിനിമയായിരുന്നു ബ്രഹ്മയുഗം എന്ന് പറഞ്ഞ സിനിമ. സോണി ലിവിലാണ് ഈ ഒരു സിനിമ മലയാള ഭാഷ കൂടാതെ തമിഴ്, തെലുങ്ക്, കന്നഡ ഭാഷകളായിട്ട് റിലീസ് ചെയ്തിട്ടുള്ളത്. അടുത്തൊരു ത്രില്ലർ വിഭാഗത്തിൽപ്പെടുന്ന തെലുങ്ക് മൂവിയാണ്. അന്വേഷി എന്നാണ് സിനിമയുടെ പേര്. ആമസോൺ പ്രൈമിലാണ് ഈ ഒരു സിനിമ റിലീസ് ചെയ്തിട്ടുള്ളത്. അടുത്തൊരു കോമഡി ക്രൈം ത്രില്ലർ വിഭാഗത്തിൽപ്പെടുന്ന ഒരു ഹിന്ദി മൂവിയാണ്. മർഡർ മുബാറക്ക് എന്നാണ് ഈ സിനിമയുടെ പേര് വരുന്നത്. സാറ അലി ഖാനും പങ്കജ് ത്രിപാഠിയൊക്കെ പ്രധാന വേഷം കൈകാര്യം ചെയ്ത സിനിമയാണ്. നെറ്റ്ഫ്ലിക്സിൽ ഡയറക്റ്റ് OTT റിലീസ് ചെയ്ത സിനിമയാണ്. ഹിന്ദി ഭാഷ കൂടാതെ തമിഴ്, തെലുങ്ക്, ഇംഗ്ലീഷ് ഭാഷകളായിട്ട് ഈ ഒരു സിനിമ റിലീസ് ചെയ്തിട്ടുണ്ട്. അടുത്തത് ഒരു കോമഡി റൊമാൻറ്റിക് വിഭാഗത്തിൽപ്പെടുന്ന ഒരു ഇംഗ്ലീഷ് മൂവിയാണ്. ഐറിഷ് വിഷ് എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. ഇംഗ്ലീഷ് ഭാഷ കൂടാതെ തമിഴ്, തെലുങ്ക്, ഹിന്ദി ഭാഷകളായിട്ട് നെറ്റ്ഫ്ലിക്സിലാണ് ഈ ഒരു സിനിമ റിലീസ് ചെയ്തിട്ടുള്ളത്. അടുത്തൊരു ആക്ഷൻ ത്രില്ലർ വിഭാഗത്തിൽപ്പെടുന്ന ഒരു തമിഴ് മൂവിയാണ്. അരുൺ വിജയ് പ്രധാന വേഷം കൈകാര്യം ചെയ്ത സിനിമയാണ്. മിഷൻ ചാപ്റ്റർ 1 എന്ന് പറഞ്ഞ സിനിമ. ആമസോൺ പ്രൈമിലാണ് ഈ ഒരു സിനിമ റിലീസ് ചെയ്തിട്ടുള്ളത്. അടുത്ത റൊമാൻറ്റിക് വിഭാഗത്തിൽപ്പെടുന്ന തെലുങ്ക് മൂവിയാണ്. മിക്സ് അപ്പ് എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. ആഹാ തെലുങ്കിലാണ് ഈ ഒരു സിനിമ റിലീസ് ചെയ്തിട്ടുള്ളത്. തെലുങ്ക് ഭാഷ മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ. അടുത്തത് എല്ലാവരും കാത്തിരുന്ന ഒരു സിനിമയായിരുന്നു ഹനുമാൻ എന്ന് പറഞ്ഞ സിനിമ. ഹിന്ദി ഭാഷയിൽ മാത്രമേ ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളൂ. ആക്ഷൻ ഫാന്റസി കോമഡി വിഭാഗത്തിൽപ്പെട്ട ഒരു തെലുങ്ക് മൂവിയായിരുന്നു ഈ ഒരു സിനിമ. എങ്കിലും ഈ സിനിമയുടെ തെലുങ്ക് വേർഷനല്ല റിലീസ് ചെയ്തിട്ടുള്ളത്, ഹിന്ദി വേർഷനാണ് റിലീസ് ചെയ്തിട്ടുള്ളത്. കളേഴ്സ് TV-യിൽ ഈ ഒരു സിനിമ പിന്നെ സ്ട്രീം ചെയ്തിരുന്നു, അതായത് പ്രീമിയർ ആയിട്ട് TV-യിൽ കാണിച്ചിരുന്നു. അപ്പം ഇപ്പോൾ ജിയോ സിനിമയിൽ ഈ ഒരു സിനിമ ഹിന്ദി ഭാഷയിൽ അവൈലബിൾ ആണ്. അടുത്ത ദിവസങ്ങളിൽ തന്നെ C5 തെലുങ്ക്, മലയാളം, തമിഴ് ഭാഷകളിലൊക്കെ റിലീസ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ഇത്രയും സിനിമകളും സീരീസുകളാണ് മാർച്ച് മാസം 11-ാം തീയതി മുതൽ 17-ാം തീയതി വരെ റിലീസ് ചെയ്തായിട്ടുള്ളത്, അതായത് ഇന്ന് വരെ റിലീസ് ചെയ്തതായിട്ടുള്ളത്. ഓക്കെ, ഇനി ഇന്ന് വേറെ അപ്ഡേറ്റുകളൊന്നും, വേറെ സിനിമകളൊന്നും ഇതുവരെ റിലീസ് ചെയ്തിട്ടില്ല. ഞാനൊരു വീഡിയോ എടുക്കുന്നവരെ ഒന്നും റിലീസ് ചെയ്തിട്ടില്ല. ഇനി നാളെ മുതൽ അടുത്ത ആഴ്ചത്തെ റിലീസുകളുണ്ട്. അത് ഞാൻ അടുത്തൊരു വീഡിയോയിൽ നിങ്ങൾക്ക് മുന്നിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുന്നതാണ്. ഇപ്പോൾ ഏകദേശം ഡേറ്റ് കാര്യങ്ങളൊക്കെ വന്ന ഇതാണ്, അതായത് 18-ാം തീയതി മുതൽ 23-ാം തീയതി വരെ റിലീസ് ചെയ്തിരുന്ന സിനിമകളും സീരീസുകളും ഏതൊക്കെയാണെന്നുള്ളത് നമുക്ക് അടുത്തൊരു വീഡിയോയിലൂടെ പരിശോധിക്കാവുന്നതാണ്. ഓക്കെ, അപ്പോൾ എത്രയാണ് ഇന്നത്തെ വീഡിയോ. ഈ ലിസ്റ്റിൽ ഏതൊക്കെ സിനിമകളാണ് നിങ്ങൾ കണ്ടതെന്നുള്ള കാര്യങ്ങളൊക്കെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ ശ്രമിക്കുക. പിന്നെ അഞ്ചക്കള്ളക്കൊക്ക എന്ന സിനിമ
കണ്ടിട്ടുണ്ട്. കാണാത്തവരൊന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യുക. സിനിമയുടെ റിവ്യൂ ചെയ്തിട്ടുണ്ട്. എല്ലാം തിയേറ്ററിൽ എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു സിനിമയാണ് 5 o'clock എന്ന് പറഞ്ഞ ഈ സിനിമ. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ വീഡിയോ. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാൻ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക. പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും